Welcome to the channel Swastha Foods. ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ ഒരു സ്വീറ്റാണ്. അതായത് ക്യാരറ്റ് ഹൽവ ഓർ ഗാജർക്ക ഹൽവ എന്നും പറയും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ എടുത്ത് വെക്കുന്ന റെഡിഷ് കളറിലുള്ള ക്യാരറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വിൻ്റർ സീസണിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിന് ഡൽഹി ക്യാരറ്റ് എന്നും പറയാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ക്യാരറ്റാണോ അവൈലബിൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ക്യാരറ്റ് എന്ന് വെച്ചാൽ ധാരാളം വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇത് നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇനി ഇത് തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് കട്ട് ചെയ്യാം. രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇത് തൊലി ചിവി കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ക്യാരറ്റ് ഇവിടെ എന്നോണം ഞാൻ തൊലി എടുത്തിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ഇനി നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ്. നമുക്ക് കാണാം ക്യാരറ്റിൻ്റെ അകത്തിന് വൈറ്റ് ആയിട്ടുള്ള പാർട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുന്നില്ല, അതില്ലാതെയാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. ഇത്രയും ക്യാരറ്റ് ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് പഞ്ചസാര, കാഷ്നട്ട്, ബദാമുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ റീസൺസ് ഉണ്ടെങ്കിൽ അതിടാം. ഇവിടെ ഞാൻ കാഷ്നട്ട് ബദാമുമാണ് ചെറിയ പീസായിട്ട് നമുക്ക് അതിൻ്റെ അകത്തിൽ ഇടാം. ഗീ എടുത്തിട്ടുണ്ട്. ഇവിടെ 4 ബദാം ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പൗഡർ ആക്കണം. 4 ഏലക്ക എടുത്തിട്ടുണ്ട്, കാർഡമം. ഇത് നമുക്ക് പൗഡർ ആക്കണം. പിന്നീട് എടുത്തിരിക്കുന്നത് പാല്, മിൽക്ക്. അതിനുശേഷം നമ്മളൊരു പാൻ ചൂടാക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തിലോട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ ഗീ ആദ്യമേ ഒഴിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേറ്റഡ് ക്യാരറ്റ് ഇടാം. നല്ലോണം വഴറ്റുക. ഈ നല്ലോണം ഗീയിൽ വഴറ്റിയെടുക്കണം. ഇങ്ങനെ നല്ല വഴറ്റുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കാണാൻ ഇതിലെ വെള്ളമേ എല്ലാം പോയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഇതിൻ്റെ അതിലോട്ട് പാലൊഴിക്കാം. അപ്പോൾ പാലൊഴിച്ചു. ഇനി നമുക്ക് പാലൊഴിച്ച് നല്ലവണ്ണം ഇളക്കണം. പാൽ നല്ലവണ്ണം പറ്റണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. മീഡിയം ഫ്ലെയിം വെച്ചിങ്ങനെ കണ്ടിന്യൂസ് നമ്മളിങ്ങനെ പാല് പറ്റുന്നിടം വരെ ഇങ്ങനെ ഇളക്കണം. പറ്റി വരുന്നുണ്ട് പാല്.
ഇങ്ങനെ നമ്മളെടുക്കുമ്പോൾ കടായിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് വിസ്താരമുള്ള വലുതായിട്ടുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ പാല് പെട്ടെന്ന് നമുക്ക് പറ്റി കിട്ടും. ഇപ്പം പാല് നല്ല പറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്തിലോട്ട് ഷുഗർ ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഷുഗർ ഇടാം. ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല മിക്സ് ചെയ്യണം. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇതിൻ്റെ ക്യാരറ്റിൻ്റെ കളർ കുറച്ചും കൂടി നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഇടാം. ഇവിടെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സൈഡിൽ നിന്ന് ഈ നല്ല വിട്ട് പിരിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് നല്ലോണം ആയിട്ടുണ്ട്. ഇതിൽ മോയ്സ്ചർ ഒന്നുമില്ല. ഇതിൻ്റെ കടായുടെ സൈഡിൽ നല്ലോണം വിട്ട് പിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. ഇവിടെ കാണാം ഞാൻ എൻ്റെ ക്യാരറ്റ് ഹൽവ ഇങ്ങോട്ട് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കാണാം ഇത് വളരെ നല്ലതാണ്, ടേസ്റ്റിയാണ്. നിങ്ങൾ കുട്ടികൾക്കും ഇത് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.